Section 354 CRPC, sentence to death, hang, capital punishment is good for a healthy civilization. Many of them in India considered a majoritarianism in favor to things is a good isolated brutal incident, referring Nirbhaya verdict. Correct. വധശിക്ഷയ്ക്ക് അനുകൂലമുള്ള വ്യക്തിയല്ല ഞാൻ. ഐ ഡോണ്ട് ബിലീവ്. ഒരു കുറ്റം ശിക്ഷ എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 കാര്യങ്ങൾ. ആ ചെയ്യുന്ന ആൾ വീണ്ടും ചെയ്യാതിരിക്കുക, കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ഒരു നല്ല എക്സാമ്പിൾ കിട്ടുക, 3 കുറ്റത്തിൻ്റെ ആവർത്തനം തടഞ്ഞുകൊണ്ട് സമൂഹത്തിന് നല്ല ഒരു അവസ്ഥ സമ്മാനിക്കുക, 4 പ്രതികാരം. ആ പ്രതികാരം എന്ന് പറയുന്നൊരു വൈൽഡ് കൈൻഡ് ഓഫ് ജസ്റ്റിസാണ്. ഈ പ്രതികാരം എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. ആ വ്യക്തിയെ റിഡീം ചെയ്യാനും റീഫോം ചെയ്യാനും സഹായിക്കുന്നത്, സമൂഹത്തിന് കുറേ കൂടെ നല്ല അവസ്ഥ സമ്മാനിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് നല്ലൊരു എക്സാമ്പിൾ സമ്മാനിക്കുന്നത്, ഈ 3 രീതിയിലുള്ള ശിക്ഷയുടെ നൈതികത ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ റിവെഞ്ച് എന്ന് പറയുന്ന മോട്ടീവ് അതിനോട് കയറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ശിക്ഷ പോലും അല്ല. കാര്യം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾ പുതാരാളെ തിരിച്ചിരുത്തി വെടിവെക്കുക. ഒന്നുകിൽ അയാളെ നിങ്ങളൊരു 10 വർഷം ജയിലിലിട്ടിട്ട് വെടിവെച്ച് കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ജയിലിട്ട് കഴിഞ്ഞാൽ അതൊരു ശിക്ഷയായിരിക്കും. പക്ഷേ നിങ്ങൾ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ആത്മഹത്യ പോലെയാണ്. ആത്മഹത്യ ഒരു പരിഹാരമാണെങ്കിൽ വധശിക്ഷ ഒരു ശിക്ഷയാണ് എന്ന് പറയാം. പിന്നെ രാജ്യങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ മാനവികത വളർന്നു വന്നത്, നമ്മുടെ സമൂഹങ്ങൾ വളർന്നു വന്നത് കൊന്നു തന്നെയാണ്. കണ്ണിന് കണ്ണും പല്ലിന് പല്ലും എന്നുള്ള സിദ്ധാന്തങ്ങളിലൂടെയാണ് നമ്മളുടെ ലോകമെമ്പാടുമുള്ള ധർമ്മശാസ്ത്രങ്ങളും നൈതികതയും വളർന്നു വന്നത്. അതിൽ നിന്നൊക്കെ മാറി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ദ ഹയർ മൊറാലിറ്റി. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഹയർ മൊറാലിറ്റി. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ അപ്പുറം പോകേണ്ടുന്ന കാര്യങ്ങളുണ്ട്. പല രാജ്യങ്ങളും ഡെത്ത് പെനാൽറ്റി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അമേരിക്ക പോലെയുള്ള പല പ്രോഗ്രസീവ് എന്ന് പറയുന്ന രാജ്യങ്ങൾ ഇപ്പോഴും ഡെത്ത് പെനാൽറ്റി ഉണ്ട്. ഐ എം നോട്ട് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദാറ്റ്. ഞാൻ അനുകൂലിക്കുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞിട്ടുള്ളത് മെജോറിറ്റേറിയനിസം. പോലീസുകാരൻ വെടിവെച്ച് കൊല്ലുക, റേപ്പ് ചെയ്ത വിക്ടിം, അതൊക്കെ വളരെ പ്രാകൃതമായാണ്. അതിനൊക്കെ കൈയടിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈയടിക്കുന്ന ജനങ്ങളുടെ കുഴപ്പമല്ലത്. അവരെ മത്സ്യങ്ങളാണെങ്കിൽ അവർ വളരുന്ന വെള്ളത്തിൻ്റെ ഉപ്പ് അത്രയുണ്ട് എന്നുള്ളതാണ്. അവർ ആ രീതിയിൽ ചിന്തിക്കുക, ആ രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുള്ള ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തികൾക്കുള്ളത്. അവർ ആ റിവെഞ്ച് മോട്ടീവ്, അവനെ തട്ടുക, അവരെ പിന്നെ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയല്ല, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ.